ഒരമ്മച്ചി ഒറ്റയ്ക്ക് താമസിക്കുന്ന അവിടെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോഴേ ഇടുക്കിക്ക് മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അടിമാലി വരെ പോകണം, അടിമാലി ഇരുമ്പുപാലം വരെ പോകണം. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കണ്ടാൽ വലിയ കുഴപ്പമില്ലാത്ത കുറേ കാഴ്ചകളൊക്കെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇവിടെ ഒരു വെള്ളച്ചാട്ടം കിട്ടിയേ, ഈ ഡാം ടോപ്പിൻ്റെ താഴെ. ഇപ്പോൾ താഴോട്ട് നമുക്ക് പോവാം, ആ വഴി കിട്ടുന്നൊക്കെ എടുത്ത് പോവാം അല്ലേ. ഒരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തങ്ങ് പോവാം. ഇതാണിപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇടുക്കി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് നിന്ന് ഇടത്തോട്ട് കയറിപ്പോയാൽ ഇടുക്കി ആർച്ച് ഡാമിൻ്റെ കെട്ടൊക്കെ കാണാവേ. ഇടുക്കി ആർച്ച് ഡാമിൻ്റെ അടിവശം ഇതുണ്ടോ, ഇങ്ങനെ നമുക്ക് കാണത്തുള്ളൂ കേട്ടോ. അവിടെ ചപ്പുചവറുകളൊക്കെ കയറി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാഴ്ചകളൊന്നും കാണത്തില്ല. അവിടെ നിന്ന് അങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ റോഡുണ്ട്. ആ റോഡേ നമ്മളെ അവർ ഇലക്ട്രിക് വാഹനമുണ്ട്, അതിലിങ്ങനെ കൊണ്ടുവരും. നമ്മൾ നേരത്തെ പോയി നിന്നത് ഇത് ആ ഒരു ഭാഗത്ത് നേരത്തെ പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് താഴോട്ട്. ഇവിടേക്ക് വഴി ഭയങ്കര ഇതായി പോയിട്ടോ, മഴ പെയ്തിട്ടാണെന്ന് തോന്നുന്നു വഴിയൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. ഇതിൻ്റെ താഴെ ഒരു വീടുണ്ട്, ഇവിടെ ആരും താമസക്കാരിപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഭാഗമൊക്കെ ഇടിഞ്ഞ് തിണ്ട് മുന്നോട്ടുള്ള വഴി മൊത്തം പോയി കിടക്കുവാണല്ലോ. ഗ്രൗണ്ടിലെ സ്വാതന്ത്ര്യദിന പരിപാടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുവാണേ. അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു സ്പോർട്സ് ഗ്രൗണ്ടിൽ. ഇനിയിപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് ചെന്നാൽ നമുക്ക് ചെറുതോണിയുടെ കുറേ കാഴ്ചകളൊക്കെ കാണാം. ചെറുതോണി പാലവും അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഇനിയൊന്ന് കാണാം കേട്ടോ. KSRTC കയറി വരുന്നതും ചെറുതോണി ടൗണിൻ്റെ ഒരു ദൂരക്കാഴ്ച ഉണ്ട്. പെരിയാറ്റിലോട്ട് നോക്കാം. ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് അധികം വെള്ളം വരാനില്ലാത്തതുകൊണ്ട് ഒന്നുമില്ല. നല്ല മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ കുറേ വെള്ളം അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വരും. അപ്പോൾ അലക്കുകാരൊക്കെയാണ് അവിടെ ഉള്ളത്. ഫുട്പാത്തെ കയറി നടക്കാം. ഇങ്ങനെ ഞാൻ ഫുട്പാത്തെ കൂടെ കയറി അങ്ങോട്ട് നടക്കാമെന്ന് ഉദ്ദേശിച്ചാൽ ചെറുതോണി ആ പഴയ പാലത്തിൻ്റെ കുറച്ച് കാഴ്ചകളും കൂടെ, പഴയ റോഡൊക്കെ കണ്ടു. ഇപ്പം അതിലെ അങ്ങനെ എല്ലാം കൂടുതൽ ഇതിലെ വണ്ടി പാർക്കിങ്ങാണ്. പഴയ പാലം കണ്ടോ, 70-80 വർഷം പഴക്കമുള്ള. ഇപ്പോഴും അതേ കൂടെ ബസ്സൊക്കെ കയറി വന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഒറ്റ ഒരു ഇതായിട്ട് മാത്രം ഒരു പൂ നിൽക്കുന്നുണ്ട് ആ മരത്തിൽ. നല്ല രസമുണ്ടല്ലേ കാണാൻ. എത്ര ലോഡ് താങ്ങിയ ഒരു പാലമായതല്ലേ. അതിലേക്ക് റോഡ് പോകുന്നുണ്ടോ, അതിലേ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ ഒക്കെ കയറി ആലിഞ്ചൂട്ടിലോട്ടൊക്കെ വരാം കേട്ടോ. ഈ ചെറുപാലത്തെ കൂടെ വാഹനങ്ങൾ പോകുന്ന കാണാനായിട്ട് നല്ല രസമാണ്. ചെറുതോണിയിലെ നിലവിലിപ്പം ബസ് സ്റ്റാൻഡ് ആയിട്ടില്ല, പാലത്തേലാണ് ബസ് സ്റ്റാൻഡ്. മുകളിൽ ബസ് സ്റ്റാൻഡ് പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ തൽക്കാലം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് പോകുന്ന വഴിക്കുള്ള മറ്റുള്ള എന്തെങ്കിലും കാഴ്ചയുണ്ടെങ്കിൽ എടുത്തെടുത്ത് പോകാമേ. ഇവിടെ കണ്ടോ, ഈ ഒരു വീടിൻ്റെ അടിവശം ഈ മഴയത്ത് ഇടിഞ്ഞ് താഴെ പോകുന്നു കേട്ടോ. ചെറുതോണിയിൽ തന്നെയാണ്. ഇതാ 2018-19 മഴയത്തൊക്കെ ഇവിടെ നിന്നൊക്കെ കുറേ ഇടിഞ്ഞതാണ്. അപ്പോൾ ആ സൈഡൊക്കെ, പക്ഷെ ഇവിടെ ഇച്ചിരി വിളുമ്പ് തന്നെയായിരുന്നു കേട്ടോ. ഇതിനകത്ത് ആൾക്കാർ താമസം ഉണ്ടായിരുന്ന പോലും. പ്രകൃതി ദുരന്തങ്ങൾ നിരവധി വന്നുകൊണ്ടിരിക്കും. വരുന്ന വഴിക്ക് ഇവിടെ ഒരു ബോർഡ് കണ്ടേ, പടക്കങ്ങൾ വിൽക്കപ്പെടും. ഇതൊരു പടക്കത്തിൻ്റെ ഹോൾസെയിൽ കടയാണ്. പക്ഷേ ഞാൻ ഇവിടെ നിർത്താൻ കാരണം പടക്കം കണ്ടിട്ടൊന്നുമല്ല കേട്ടോ. അത് ഞാനിപ്പോൾ കാണിച്ചു തരാവേ. നമ്മളങ്ങനെ പടക്കങ്ങൾ കണ്ടാൽ നിർത്തുന്നതല്ലെന്നറിയാലോ. ഞാനിതിവിടെ നിർത്താനുള്ള കാരണം വളരെ മനോഹരമായൊരു പുഴ ഇവിടെ ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. ഇത് കണ്ടിട്ടാണ് ഞാനിവിടെ വണ്ടി നിർത്തിയത്. നല്ല വെള്ളച്ചാട്ടം. ഞാനിതിൻ്റെ മറുപുറം ഒന്ന് കാണാക്കാന്ന് വെച്ച് നോക്കി. അന്നേരം അവിടെ മുഴുവൻ കാട് പിടിച്ച് കിടക്കാം കേട്ടോ. അതൊന്നും ഒരു രസമില്ല. ഒരു ചേട്ടനും ഉണ്ടായിരുന്നു ഇവിടെ വന്ന് എത്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനെന്നാ കാണിക്കുന്നതാണ് അച്ചായി നോക്കുന്നത്. എവിടെ പോവാ? എവിടെ പോവാ? പറമ്പി വന്നാണോ? എവിടെ താമസിക്കുന്നത്? പാറത്തോട്ടില്. പേരെന്നാ? വർഗീസ്. ആ, ഇവിടെ തന്നെ ഉള്ള ആളാ അല്ലേ? ഇവിടെ വന്ന് കുടിയേറി വന്നതാണോ? അല്ല, ഇവിടെ തന്നെ ജനിച്ചു വളർന്നതാണോ? ആ, ഇടുക്കിക്കാരൻ തന്നെയാ അല്ലേ? ഇടുക്കിക്കാരൻ തന്നെയാ. ആ, നാട് ഇവിടെ അല്ലേ? ഇല്ല, എവിടെയായിരുന്നു?
മല്ലപ്പള്ളി. പണ്ടപ്പള്ളി എവിടെയാ? കൂത്താട്ടുകുളം അല്ലേ? അവിടുന്ന് വന്നാണോ? ആ, ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? പാറത്തോട്ടിലല്ലേ? പിള്ളേരുടെ അടുത്ത് വന്നതല്ലേ? ഓ, ഇങ്ങോട്ട് വന്നാ പിള്ളേരുടെ. ശരി, എന്നാ ഞാൻ ഈ വഴിക്കൂടൊക്കെ കുറെ കാഴ്ചകളൊക്കെ എടുത്ത് ഇങ്ങനെ പോകുമായിരുന്നേ. അപ്പൊ കണ്ടപ്പോ ഞാൻ കട്ടപ്പനയാ. ആ, ഞാൻ അടിമാലി വരെ പോവാ. പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ എടുത്തെടുത്ത് പോവാ. ശരി, എന്നാ കാണാം. അതാ വണ്ടി അവിടെ ഇരിക്കുന്നു. ആ, കൊച്ചു കരിമ്പൻ. ഇവിടെയും ഉണ്ടൊരു വെള്ളത്തിൻ്റെ കാഴ്ച കേട്ടോ. പാൽക്കുളമേട്ടിൽ നിന്ന് ഒരു പുഴ ഒഴുകി വരുന്നുണ്ടോ. കരിമ്പനിലെ ചെറിയ കാഴ്ചകളും. കരിമ്പൻ ബസ് സ്റ്റാൻഡൊക്കെ. വരുന്ന വഴിക്കൊക്കെ വെള്ളച്ചാട്ടം ഇഷ്ടം പോലെ കേട്ടോ. ഇവിടെയൊക്കെ മഴ അത്യാവശ്യം ഉണ്ട്. ഈ ഒരു വെള്ളച്ചാട്ടത്തിന് പ്രത്യേകത ഉണ്ട്. അവിടെ ഓസിട്ടിരിക്കുന്നുണ്ടോ. ഈ വഴി സൈഡിലിട്ട് വണ്ടിയൊക്കെ ഇങ്ങനെ കഴുകിയെടുക്കുന്നതാണ്. വഴി സൈഡിൽ വരുന്നവർക്കൊക്കെ വണ്ടി കഴുകാനുള്ള നല്ല സംവിധാനത്തിലുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഇത്. കരിമ്പം കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ടിങ്ങ് വരുമ്പോഴേ അട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫുൾ പച്ചപ്പായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കിട്ടുന്ന സ്ഥലം. ഇവിടെ കുറേ ദൈവങ്ങളുണ്ട്. ഒരു കുരിശുപള്ളി, പിന്നെ അമ്പലത്തിൻ്റെ ഉണ്ട്. അപ്പുറത്തുനിന്നൊരു അമ്പലത്തിലോട്ട് ഇറങ്ങിപ്പോകാവുന്നത്. അതിലേ പോയാൽ ഒരു കാടിനുള്ളിൽ കൂടെ ഒരു അമ്പലത്തിലോട്ട് ഇറങ്ങിച്ചെല്ലും കേട്ടോ. റോഡേ ഇങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഞാൻ വണ്ടി അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കും. ഇവിടെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് കേട്ടോ. നോക്കി അക്കരയ്ക്ക് ആ മലനിരകളൊക്കെ കണ്ടോ. അതിലേക്ക് ആൾക്കാർ താമസിക്കുന്നുണ്ടോ. എല്ലാം കൃഷിയിടങ്ങളാണ്. റബ്ബർ, ഏലം, കാപ്പി, കൊടിയൊക്കെ ആയിട്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ പണ്ട് ഇടുക്കിയെ പറ്റി പഠിക്കാൻ വന്ന് ഹെലികോപ്റ്ററിൽ വന്ന ആൾ പറഞ്ഞ പോലെ പറയും, ഇവിടെ താഴോട്ട് നോക്കുമ്പോൾ മുഴുവൻ ഫോറസ്റ്റാണ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. പക്ഷെ ഒന്ന് ഇറങ്ങി നോക്കണ്ടേ, മുഴുവൻ കൃഷിയിടങ്ങളായത്. നമ്മൾ വരുന്ന വഴിക്ക് പലതരം ചെറുതും വലുതുമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടു കേട്ടോ. പക്ഷേ എല്ലാ വെള്ളച്ചാട്ടങ്ങളും ഒരുപോലെ ആയിരിക്കില്ല. അങ്ങനെയുള്ളൊരു വെള്ളച്ചാട്ടം നമുക്കിവിടെ കാണാം. ഇത് കണ്ടോ. ഈ ഒരു വെള്ളച്ചാട്ടത്തിന് എന്തോ ഒരു പ്രത്യേകതയില്ലേ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതല്ല, ഇത് കണ്ടോ. മുകളിൽ നിന്നുള്ള ആ ഒരു ഷവറിങ് കണ്ടോ. എന്താന്ന് നോക്കി, ഒരു കിഡിലൻ ഷവറിങ് അല്ലേ. അതൊന്ന് കാണേണ്ടത് തന്നെ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇപ്പുറത്തെ ഈ പാറയിൽ കണ്ടോ ഒരുതരം ചെടിയെ, അതെല്ലാം ഒരുതരം പൂവൊക്കെ പിടിച്ചിരിക്കുന്ന നല്ല റോസ് കളറിലുള്ള പൂവ് കുറേ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഇത് മാത്രമല്ല, അതാ ഈ ഒരു സൈഡെല്ലാം പാറ കൂടെ ഇങ്ങനെ ഉണ്ട്. മുകളിൽ നല്ലൊരു ആൽവൃക്ഷമൊക്കെ. ഇത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഈ വെള്ളച്ചാട്ടം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നും. അതുപോലെയുണ്ട്. അതുപോലെ മറ്റൊരു കാഴ്ച ഇതുണ്ട്. ഈ പായൽ പിടിച്ചിരിക്കുന്നു നോക്കി. ഈ കലിങ്കേക്കൂടെ ഇങ്ങനെ അതിൻ്റെ ഒരു പച്ചപ്പ് വേറെ. ചേലച്ചോടിന് ഇപ്പുറത്തായി നമുക്ക് ചുരുളി എന്ന് പറഞ്ഞൊരു സ്ഥലമൊക്കെ കിട്ടും കേട്ടോ. ചുരുളി, നമ്മുടെ ചുരുളി സിനിമയുടെ ചുരുളി അല്ല കേട്ടോ, അല്ലാത്തൊരു ചുരുളി അതെ. ഇതൊരു ചെറിയ റോഡാണ്. ഈ വഴിക്ക് കയറി നമുക്ക് ഈ അടിമാലിക്കൊക്കെ പോകാം കേട്ടോ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട്, നല്ല പച്ചപ്പേ. ഞാനിപ്പോൾ മുന്നോട്ട് പോകാൻ കാരണം വെച്ചാൽ ഇവിടുന്ന് ഒരു പുഴ ഒഴുകി വരുന്നുണ്ട്. ഇതുണ്ടോ താഴെ. ഇതും പാൽക്കുളമേടിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് വരുന്നതാണേ. നമുക്ക് ഇങ്ങനൊരു പൊസിഷനിലേ കാണാൻ പറ്റുന്നുള്ളൂ. ഇങ്ങനെയുള്ള നാട്ടുവഴികളൊക്കെ കാണുമ്പോണ്ടല്ലോ, ഈ വഴിയെ കുറച്ച് ദൂരം നമുക്ക് അങ്ങനെ അങ്ങ് നടന്ന് പോകാനൊക്കെ തോന്നുവേ. എന്താ ഒരു പച്ചപ്പെന്ന് നോക്കി. ഇച്ചിരി കൂടെ മുന്നോട്ട് പോയാലേ ആ ഒരു എന്താ പറയുക, പുഴയുടെ കാഴ്ചകൾ ഇച്ചിരി നന്നായിട്ട് കിട്ടുമെന്നറിയാൻ നോക്കുന്നത്. പക്ഷെ അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരു പഴയകാല കടകളൊക്കെ കിടക്കുന്ന കാണാം. ഇപ്പോൾ തുറക്കാറില്ലെന്ന് തോന്നുന്നു. ഫില്ലറിൽ കെട്ടിക്കയറ്റിയ ഒരു കട. ഇതെന്തിനാണ് ഒരു ഗോഡൗൺ ഇവിടെ കിടക്കുന്നത്. പുഴയുടെ കാഴ്ചകൾ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇവിടെ ആരും ഒന്നും പരിപാടി ഇല്ലാത്തത്. ഇത് എന്തിൻ്റെയാണോ പോലും. പക്ഷെ എന്തിനാണല്ലോ പായൽ പിടിച്ചെല്ലാം കൂടെ ഷീറ്റും എല്ലാം കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ കാട്ടിനുള്ളിൽ നിന്നൊരു ചെറിയ ഒരു വെള്ളച്ചാലൊക്കെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ. ഇതിലൊരു വാട്ടർ ടാങ്കൊക്കെ ഉണ്ടായിരുന്നല്ലേ, സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയ. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ആ പുഴ ഒഴുകുന്ന കാണാൻ പറ്റും.
ആ ഇതാ ഇതൊന്ന് കാണാൻ വേണ്ടി ഞാനിങ്ങോട്ട് കയറി വന്നേ. നല്ല ഭംഗിയില്ലേ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകി വരുന്ന, കാടിൻ്റെ ഉള്ളിൽ അക്കരെ കൃഷിയിടം കേട്ടോ. ഞാൻ അതൊന്ന് കാണാൻ വേണ്ടി ആ പുഴയുടെ ഒരു ഒഴുക്ക് കാണാൻ വേണ്ടി കയറി വന്നതാണ്. പുഴ നമ്മൾ കാണാത്തല്ല, പക്ഷെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു മേഖലയിലൊക്കെ ഈ പുഴയുടെ ഒഴുക്കൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടേ. അത് കാണാമെന്ന് വിചാരിച്ച് ഞാൻ കയറി വന്ന. നമ്മുടെ ഈ പുറകെ കിടക്കുന്ന ഈ വഴി പോയ അടിമാലിക്ക്, അടിമാലിയല്ല ഈ കഞ്ഞിക്കുഴിക്ക് കയറിച്ചല്ല ഈ വഴി പോയ കേട്ടോ, ഷോർട്ട് കട്ടായിട്ടേ. തിരിച്ചാ റോഡിലൂടെ നമ്മൾ പോകുന്നതും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ്. പച്ചപ്പിൻ്റെ ഉള്ളിൽ കൂടെ കവലയിലൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാർ. ഇവിടുന്ന് ഒരു പുഴ അവിടുന്ന് ഒരു പുഴ എന്ന് പറഞ്ഞ പോലെ നോക്കി. അവിടെ ഒരു പാൽക്കുളമേട്ടിൽ നിന്ന് വരുന്നതാണോ അത്? ആ കടപ്പ കടപ്പയാണോ? ചുരുളിപ്പാതിൽ എവിടെ പോയ കടപ്പയാണോ? ആ എന്നാ പേര്? ഞാൻ കുറച്ച് ഗ്രാമക്കാഴ്ചകളൊക്കെ ഇങ്ങനെ പുഴയുടെ വെള്ളത്തിലൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോയിരുന്നു. എവിടെ താമസിക്കുന്നത്? എടക്കാട്. കുറേ നടന്നു പോകാനുണ്ടോ? ആ ഹാ ഹാ. മഴയുണ്ടായിരുന്നോ? ആ ഹാ ഹാ. ഇപ്പൊ വെള്ളം കുറവാ പുഴയിലല്ലേ? ഇവിടെ ഇരട്ടി വെള്ളമായിരിക്കും അല്ലേ? ആ ഹാ. ഭയങ്കര വെള്ളം ഉണ്ടാവും അല്ലേ? ഇത് രണ്ട് പുഴ കൂടുന്നോണ്ടാ അല്ലേ? ആ തുരുത്താലല്ലേ? ആ ജാതി നിൽക്കുന്നിടത്തല്ലേ? ആ ഹാ. ഇത് ഈ പുഴ മോളിൽ നിന്ന് വരുന്നത് ഇതാണ് പാൽക്കുളമേട്? അവിടുന്ന് വരുന്നത്? ആ ആ കാണുന്ന അല്ലേ? അഴിയടിയുന്നു. ഇതോ? ചുരുളിപ്പതാലല്ലേ? ആ അവിടെ ഒരു കെട്ടിടമൊക്കെ ഉണ്ട് ചുമ്മാ കായ എന്നാത്തിൻ്റെ ആയിരുന്നു? എല്ലുപൊടി ഫാക്ടറി അല്ലേ? ഇപ്പൊ പണിയൊന്നുമില്ല, അത് ചെറുതാണ്. പണിയൊന്നുമില്ല ഇവിടെ. ഈ അപകട മേഖല ആയതുകൊണ്ട്. ആ അതന്നെ ഇടിച്ചിൽ കാരണോ? മണ്ണിടിച്ചിൽ കാരണോ അല്ലേ? എല്ലാവരും വീടിട്ടേച്ച് പോയി, അവർക്ക് പകരം വീടുമൊക്കെ കൊടുത്തു. ഈ വഴിക്കുള്ള വീടുകളിൽ ഇട്ടേച്ച് പോയ വീടുകളാണോ? ഇട്ടേച്ച് പോയതാണ്. ഇട്ടേച്ച് പോയ വീടുകളോ അല്ലേ? ആ ഹാ ഹാ. ഇങ്ങനെ വന്നപ്പോൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ടൊക്കെ എടുത്തു പോയി. ശരിയെന്നാ. ആ ഓ അങ്ങനെയാണെങ്കിൽ ഈ വഴിക്കൊന്ന് പോകണമല്ലോ. ഈ വഴിക്കെല്ലാം പണ്ട് ഇങ്ങനെ മണ്ണിടിച്ചിൽ കാരണം ഇട്ടിട്ട് പോയ കുറേ വീടുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് പോയി കണ്ടുവരാം. അവിടെ കണ്ടോ ആ ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടെ ആ ഒരു പുഴ ഒഴുകി വരുന്നത് ചെറിയൊരു പാലമാണ് കാണുന്നത്. ചുരുളി ഗ്രാമത്തിൻ്റെ ഒരു കാഴ്ചകൾ ഇങ്ങനെ കാണാം കേട്ടോ. നല്ല രസമാണ്. ഈ ഒരു കുരിശുള്ളിയൊക്കെ ഉണ്ട്. നമ്മൾ വണ്ടി അക്കരെ വെച്ചിരിക്കുന്നു കേട്ടോ. പാലം, ഇവിടുത്തെ പാലമൊക്കെ ഭയങ്കര ഒരു ഹൈപ്പാണ്. ഇതിൻ്റെ താഴെയാണ് ആ പുഴ ഒഴുകുന്ന കാഴ്ചകൾ. നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ടുള്ള വഴിക്ക് പോകണം. ആളുകൾ ഒഴിഞ്ഞു പോയ ഈ വഴിക്ക് നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ? കാലിയായിട്ടുള്ള വീടുകളൊക്കെ കാണുമോയെന്നറിയാം. വീടുകളിലൂടെയൊക്കെ കയറി പോകുന്ന വഴിയുണ്ടേ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഓടിക്കും. പക്ഷേ ഈ ഒരു വീട്ടിലൊക്കെ ആളുണ്ടല്ലോ, തുണിയൊക്കെ അലക്കിയിട്ടിട്ടുണ്ട്. ആളുകളിൽ ഒഴിഞ്ഞു പോയ സ്ഥലമാണെന്നാണ് പറയാം. പക്ഷെ ഇവിടെയൊക്കെ നല്ല ജാതി കൃഷി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇടുങ്ങിയ വഴി, പുഴ ഒഴുകി വരുന്ന ഓരോ കേട്ടോ. പുഴ ഇങ്ങനെ ഒഴുകി വരുമ്പം പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിലെ പോലെ ഒരു പാലം കണ്ടു, തടിപ്പാലം. ഒരു പൂച്ചസാർ കൂടി ഇരിപ്പുണ്ട്. ഇതുവരെ അവൻ ആ പാലത്തെ കൂടെ പോകുന്ന പോക്കുണ്ടോ? അത് ആ വീട്ടിലോട്ടുള്ള വഴിയാണ്. അവിടെ ആൾക്കാർ താമസിക്കുന്നതാണോ? ആരെയും കാണുന്നൊന്നുമില്ല. പൂച്ച മാത്രം ഇവിടെ വെപ്പുണ്ട്. പുഴ താഴോട്ട് ഒഴുകുന്ന കാഴ്ചയും കിട്ടും. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ തടിപ്പാലം വഴി കടന്നുപോയി സ്കൂളിലൊക്കെ പോയിട്ടുണ്ടേ. അത് ഒറ്റത്തടിപ്പാലമൊക്കെയാണ് കൂടുതലും. ഇങ്ങനത്തെ പാലങ്ങളും ഉണ്ടായിരുന്നു. പുഴയുടെ കാഴ്ച കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇവിടെയൊക്കെ നല്ല മലഞ്ചെരിവാണ് കേട്ടോ. ഇതുണ്ടോ, ഇത് പുഴ ഇവിടെ ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ പുഴ ഇവിടെ കയറിയിട്ടുണ്ട്. ബോളിയിൽ വന്നതാണോ ഈ പുഴ ഇവിടെ കയറിയതാണോ എന്നറിയത്തില്ല. ഈ കാട്ടിലുള്ള കൂടെ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നൊരു അതിമനോഹരമായ ദൃശ്യം കിട്ടും. വെള്ളമൊക്കെ കുത്തി ഒലിച്ച് എന്താല്ലേ. വണ്ടി ഏതായാലും ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ മുകളിലോട്ടുള്ള വഴിയുള്ളൂ അത്ര ഓക്കെ അല്ല. ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട്, ഇവിടെ ഒരു വീട് ഇതാ. ഇവിടെ ലൈറ്റൊക്കെ കത്തിക്കിടക്കും. ഇവിടെ ആൾക്കാർ താമസമുണ്ടോ? ലൈറ്റ് കത്തിക്കിടക്കുന്നു നോക്കി.
ഓ ഇതൊക്കെ ഇട്ടിട്ട് പോയ വീടാ കേട്ടോ. മലയിടിച്ചിൽ കാരണം ഇതിൻ്റെ മുകളിൽ വലിയ മലയല്ലേ. ഇങ്ങനത്തെ കുറേ വീടുകൾ ഈ വഴിക്കുള്ളതല്ലേ. ആ വഴിക്കുന്ന കേട്ടോ ജോസിയേട്ടൻ പറഞ്ഞേ. നല്ല വീടായിരുന്നു കേട്ടോ. ഓരോ കാലഘട്ടങ്ങളിലെ ആൾക്കാരൊക്കെ പണിത വീടുകളാണ്. പക്ഷെ ഇവിടെ ഒരു ബൾബ് കത്തിക്കിടപ്പുണ്ടല്ലോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ വരുന്നുണ്ടാവും അല്ലേ. ഇടയ്ക്കൊക്കെ വന്ന് അവരിങ്ങനെ അടിച്ചൊക്കെ വാരിയിട്ട് പോകുന്നുണ്ടല്ലേ. ഇവിടെ ബൾബൊക്കെ കിടക്കല്ലേ. വരുന്നുണ്ട് ആൾക്കാർ ഇവിടെ. പറമ്പിലെ പണിക്കൊക്കെ വരുന്നതായിരിക്കും. കാക്കപ്പച്ച എന്ന് പറഞ്ഞൊരു ചെടിയൊക്കെ വെച്ച് ഇതുണ്ടോ. ഓ ബാത്റൂമും കാര്യങ്ങളൊക്കെ അതൊക്കെ പൊട്ടിപ്പോയി കേട്ടോ. മുകളിലൊക്കെ വലിയ മലയാണ്. വീടിൻ്റെ സൈഡ് നോക്കി കണ്ടാൽ പേടിയാവും. ഒരു വാട്ടർ ടാങ്ക്. ഓ ഇങ്ങനത്തെ വീടുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇടിഞ്ഞും പറഞ്ഞു പോയ ഇതിന് പരിക്ക് പറ്റിയിട്ടുണ്ടോ മലയിടിച്ചിൽ കാരണം. പക്ഷെ മലയിടിച്ചിൽ ഭീഷണിയെ കാരണം ഇവരിവിടുന്ന് പോയതാ അല്ലേ. അതാണ് മുന്നോട്ട് സ്കൂട്ടറായിട്ട് പോകണമെങ്കിൽ പോകാട്ടോ. ഇങ്ങനെയുള്ള നാടൻ നാട്ടുവഴികളൊക്കെയാണ്. പക്ഷെ കറണ്ട് ലൈനൊക്കെ അങ്ങോട്ട് പോകണ്ടല്ലോ. നല്ല കൊക്കോയും കാപ്പിയും ഏലവും. ഏലം അധികമൊന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ. വിജനമായ സ്ഥലം. പക്ഷേ അതിൻ്റെ അപ്പുറത്തോട്ട് റോഡ് നല്ല. അങ്ങോട്ടുള്ള റോഡ് വലിയ കുഴപ്പമില്ലല്ലേ. അത് നമുക്ക് വണ്ടി എടുത്ത് കയറി വരാം. ഇവിടെ കുറേ ഭാഗം വെള്ളം കയറി പോകുന്നു. അപ്പം നമുക്ക് വണ്ടി എടുത്ത് നല്ല അങ്ങോട്ട് പോയാൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ തോന്നുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു വീട് നമ്മൾ കണ്ടു, ആളില്ലാത്ത. എന്നാലും ഈ വീടൊക്കെ ഒരു അന്യായ വീടുമല്ലേ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഭീകരമായ സ്ഥലം തന്നെ കേട്ടോ. ഈ പുഴ നിറഞ്ഞു കയറി വരും. മോളിൽ നിന്നുള്ള വെള്ളച്ചാട്ടം, അതിൻ്റെ കൂടെ മഴക്കാലത്തെ മണ്ണിടിച്ചിലും എല്ലാം കൂടെ വരുമ്പോഴേ ഇവിടെ ഒരു കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്ന പോലത്തെ ഒരു ഇതുണ്ടോ. ആ തിണ്ടൊക്കെ ഇടിഞ്ഞ് ഇരിക്കുന്ന നോക്കി. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മണ്ണൊക്കെ ഇവിടെ ഇടിച്ച് കിടന്നാൽ എങ്ങനെ ഇരിക്കും. പ്രതീക്ഷിച്ച് പോകാൻ പറ്റുമോ? നടന്നു പോകാം, പക്ഷേ വണ്ടി ഇട്ടച്ച് പോകേണ്ടി വരുമല്ലേ. എന്തായാലും കുറച്ച് മുകളിലും കൂടെ നമുക്കൊന്ന് പോയിട്ട് വരാം. ഇതൊക്കെ മുകളിലോട്ട് നോക്കുമ്പോൾ കണ്ടോ, പുഴയും കരയും ഒക്കെ കൂടെ ഒന്നിച്ചാവുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. അവിടെ ഒരു വീടൊക്കെ ഇരിക്കുന്ന കാണാവേ. ആയിരിക്കുന്ന വീട്ടിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട്. ആ ബോട്ടിലിട്ട് വെള്ളം അടിക്കുന്നു കേട്ടോ. ഇതുണ്ടോ, നല്ല ശുദ്ധമായ വെള്ളം. അത് അപ്പുറത്ത് മുകളിലേക്കായിട്ടൊരു വീടുണ്ട്. ആ വീട്ടിലോട്ട് വെള്ളം അടിക്കുന്നതാന്ന് തോന്നുന്നു. ഇവിടെയും കണ്ടോ, ഈ പുഴയും ഈ റോഡും ഒരുപോലെയാണ് വരുന്നത്. ഇതേ ഒരു വീട് കിടക്കുന്നു കാടിനകത്ത്. ഇതെല്ലാം ഇട്ടേച്ചു പോയ വീടാണല്ലേ. പക്ഷെ അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്, അവിടെ താമസം ഉണ്ടെന്ന് തോന്നേ. ഇവിടെ നമുക്ക് കാണാവുന്ന ഈ പുഴയും തോടും കൂടെ നല്ലോണം മഴ പെയ്തു കഴിഞ്ഞാൽ ആ പുഴയിലെ വെള്ളം ഇവിടേക്ക് റോട്ടിൽ കയറും. പിന്നെ എങ്ങനെ ആൾക്കാർ ഇവിടെ പേടിച്ചിട്ട് താമസിക്കുന്നു അല്ലേ. അപ്പം നമ്മൾ വന്ന വഴിക്ക് ഇപ്പോൾ ഇവിടെ ഒരു വീട്ടിലെ ആൾക്കാർ താമസമുള്ള വീട് കണ്ടു. തുണിയൊക്കെ അലക്കിയിട്ടിരിക്കുന്ന കണ്ടപ്പോളേ ഈ ഒരു വീട്ടിലെ താമസക്കാരുണ്ടേ. അപ്പോൾ ഈ റോഡിന് പേരില്ലാതെ, ഈ സ്ഥലത്തിന് പേരില്ലാന്ന് പറഞ്ഞാൽ ശരിക്കും മുസ്ലിം പള്ളി റോഡെന്നാണ് അപ്പോൾ ചേച്ചി പറയുന്നത്. ആ അപ്പോൾ അവിടെയൊക്കെ വന്ന് ആ വീട്ടിലൊന്നും ആളില്ല അല്ലേ. ഇവിടെ ഒന്നും ആളില്ല, എല്ലാം ഇട്ടിട്ട് പോയതാ വീടല്ലേ. എവിടെ? ആ ബെഡ് വെച്ചേക്കുന്നിടത്ത് ഒരു വാടകക്കാരൻ. എവിടെ? ആ പാലം ഇട്ടേക്കുന്ന അതിൻ്റെ അക്കരെ കാണുന്ന വീട്ടിലോ? ഓ നമ്മൾ അക്കരെ കണ്ട വീട്ടിൽ ഒരു അമ്മച്ചി മാത്രമേ ഉള്ളൂ. ആ പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ അല്ലേ. ഞാൻ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാ. വീടുണ്ടല്ലേ. ഇത് പഴയ കിണറാ അല്ലേ? നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന? ആ അപ്പം ഇവർ വാടകയ്ക്ക് ആണല്ലേ. ആ 1 വർഷം ആകുന്നേ ഉള്ളൂ. വെള്ളം കയറുമല്ലേ ഇവിടെ ഈ പുഴയിൽ ഇങ്ങോട്ട് മഴയത്ത്? ആണല്ലേ. അന്നേരം വെള്ളം കയറുമ്പോൾ എങ്ങനെ പോണേ? ആണല്ലേ. ഇങ്ങോട്ട് വെള്ളം കയറുള്ളൂ. പെട്ടെന്ന് വെള്ളം കയറി വരും അല്ലേ. ആ ആ ആ ചുമ്മാ ഇവിടെ കൂടെ ഒന്ന് കയറി നോക്കണ്ട. പക്ഷെ മുകളിലോട്ട് പോകാനായിട്ട് ഈ വഴി
തെന്നുമോന്ന് എനിക്കൊരു പേടി. ഇതുണ്ടോ, ഇതും ഒരു വീട്. ഇവിടെ ഇടയ്ക്കൊക്കെ വന്ന് നോക്കിയിട്ട് പോകും. ഇവിടെ സ്ഥലമുണ്ട് ഇവർക്കെ. ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന ഒത്തിരി വീടുകൾ മുകളിലോട്ടാണ് പറയുന്നത്. പിന്നെ നല്ല വീടുകളൊക്കെ ആയിരുന്നു നോക്കി, പക്ഷേ ആൾക്കാരില്ല. പിന്നെ കൃഷിയുടെ ഒക്കെ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഇവരൊക്കെ വന്നിട്ട് പോകും. ഇങ്ങനെ മലയിടിച്ചിൽ കാരണം ഒഴിഞ്ഞു പോയ ഗ്രാമമാണ് മുസ്ലിം പള്ളി റോഡ്, ചുരുളിയിൽ, ഇടുക്കി ചുരുളി എന്ന് പറയുന്ന സ്ഥലത്ത്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ കുറേ ഭാഗം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ താമസക്കാരുണ്ടെന്നാണ് പറയുന്നത്. ഞാനേതായാലും മുകളിലോട്ട് പോകണം. ഈ റോഡ് കിടക്കുന്നുണ്ടോ മുഴുവൻ പായൽ പിടിച്ച് കിടക്കാണേ. എനിക്കിങ്ങനെ കാണുമ്പോഴത്തേക്കും കൈയും കാലും പെരുക്കാൻ തുടങ്ങും തിരിച്ചിറങ്ങുമ്പോഴേ. ഇതൊരു തോട്ടത്തിലോട്ട് കയറുന്ന വഴിയാണ്, ഏലമാണ് അങ്ങോട്ട്. ഞാനാദ്യം വെച്ച് വീട്ടിലോട്ട് കയറണം. ഇതേ വഴി അങ്ങ് മുകളിലോട്ട് പോകുന്നുണ്ടേ. നടന്നു പോകാനാണോ പോവാം. മഴയത്ത് ഇടിഞ്ഞു പോയതാട്ടോ ഇവിടെയൊക്കെ. അവിടെ ഇടിഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ താഴെ പുഴ, ഈ സൈഡൊക്കെ ഇടിഞ്ഞ് താഴോട്ട് പോയതാണ്. ഓ മഴ പെയ്യാൻ തുടങ്ങി, മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. ഇടുക്കിയിലൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ ഒന്ന് കണ്ടിരിക്കണം. നമ്മൾ ആ റോഡേ പല പ്രാവശ്യം പോയിട്ടുള്ള, പക്ഷേ മഴയുള്ള സമയത്ത് ഇത് കണ്ടാൽ നമുക്കൊരു എന്തൊക്കെ തോന്നുള്ളൂ. ഈ വീടിൻ്റെ ഭാഗത്തൊക്കെ കണ്ടോ, ഇത് കണ്ടോ എന്തോരം പുളിയാണ് കിടക്കുന്നതെന്ന് നോക്കിയേ. ഇവിടെ പുളി ഒത്തിരി കിടപ്പുണ്ട് കേട്ടോ. ഇതന്നെ ചേച്ചി പുളി ആർക്കും വേണ്ടേ? ആ ഈ കുടംപുളിക്ക് നല്ല വിലയുള്ള കേട്ടോ. ഇതിന് മുകളിൽ ഇവിടെ ഒരു പുളിമരം നിൽപ്പുണ്ട്. അപ്പുറത്തെ വീട്ടുകാർക്കും വേണ്ട, ഇപ്പുറത്തെ വീട്ടുകാർക്കും. ആ ഇവർക്ക് ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ടായിരുന്നല്ലേ, കിണറല്ലേ? ആ വെള്ളമൊക്കെ ഇടുന്ന. ചക്കയാണേ അങ്ങനെ, ചക്കയും വേണ്ട ആർക്കും. ആ ചേച്ചി ഈ പനങ്കൊല എന്നാത്തിന് ഉപയോഗിക്കുന്നത് ഇത്? ഓ പനങ്കൊല കച്ചവടം അല്ലേ? ഇതുകൊണ്ട് എന്നാ ഉപയോഗം അറിയത്തില്ല അല്ലേ? ആ അത് ചില സ്ഥലങ്ങളിൽ എടുത്തു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടേ. ആ കാൻപൂർക്ക് പോവാ അല്ലേ? ആ അതുണ്ടോ. ആ എന്തോ ഉപയോഗം ഉണ്ടാകും കൊണ്ട് എനിക്കറിയത്തില്ല അതിനെന്താണ്. ഓ മഴ വരുന്നുണ്ട്, മെല്ലെ പോകണം. ആ ആണല്ലേ. അപ്പോൾ ഇവിടെ ഉള്ള വഴിക്ക് നമ്മൾ ഒരു ചേട്ടനെ കൂടെ കണ്ടു കേട്ടോ. പേരെന്നാന്നേ? ആ എവിടെ പോവാ? പോയിട്ട് വരാം. എവിടെ വീട് എവിടെ? ഇതിലേ കയറി പോകണം. ഇതിലെയാണോ വീട്ടിലോട്ട് കയറി പോകുന്നത്? ഇത് പറമ്പാണോ ചേട്ടൻ്റെ? അപ്പോൾ ഇതിലൂടെ മുകളിലോട്ട് കയറിയാണ് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇടിയുന്ന സ്ഥലമാണ് ചേട്ടനൊക്കെ അത് പ്രശ്നമല്ല? പോകാനുള്ളവരൊക്കെ പോയല്ലേ? ഏത് ഈ ചാല? ആ മോളിൽ നിന്ന് പൊട്ടിയതാണോ അത്? ഓ ആ അന്ന് പൊട്ടി പോകുന്നതാണോ പറഞ്ഞു? ഇതൊക്കെ ഉരുള് പൊട്ടിയതല്ലേ? ആ അതുകൊണ്ട് ഇവിടുന്ന് ആൾക്കാർ താമസമല്ല മാറിപ്പോയി ആണോ? ആ ഇപ്പൊ വലിയ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമല്ലേ? ഏത് കൊല്ലവാ? എത്ര കൊല്ലോ? ഓ അതിനു മുമ്പ് 60-നൊക്കെ മുമ്പാ അല്ലേ? ആ ഹാ ഹാ ഹാ. കഴിഞ്ഞ ഇടയ്ക്ക് 18 പോയത് അങ്ങപ്പുറത്തൊക്കെയാണ്. ആ 2018 പോയത് അങ്ങേ സൈഡിലോട്ടാ അല്ലേ? അപ്പൊ അവിടുന്ന് ആൾക്കാർ താമസം മാറിപ്പോയി. അപ്പൊ അവിടെ ഉള്ളവരൊക്കെ എങ്ങോട്ട് പോയി? അവിടെയുള്ളവരൊക്കെ വേറെ സെന്റുകൾ മേടിച്ച് അങ്ങോട്ട് വീട് വെച്ച് മാറിയല്ലേ? ആ ബെഡൊക്കെ ആ വരുന്ന വഴിക്ക്. ആ ഹാ ഹാ. അപ്പം ഞാൻ വന്ന വഴിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങളോടൊക്കെ ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കി പോകാമെന്ന് വിചാരിച്ചാണ്. ആ ഇത് ഈ പാലത്തിനക്കരെ ആ വാടക താമസം ചേച്ചി പറഞ്ഞു ഈ വീട്ടിൽ ഒരു അമ്മച്ചി മാത്രമേ ഉള്ളൂ. ഒരമ്മച്ചി ഒറ്റയ്ക്ക് താമസിക്കുന്ന അവിടെ. എന്താ പറയുക, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എടുത്തു പോയതാണ്. പേടിയില്ലേ? ആ പ്രായമായതാ അല്ലേ? ഈ ഒരമ്മച്ചി ഒറ്റയ്ക്ക് താമസിക്കും കേട്ടോ ഈ പാലത്തിന് അക്കരെ. 80 വയസ്സുണ്ടല്ലേ? അത് ശരി. ഭയങ്കരം തന്നെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ആൾക്കാർ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നത്. മഴക്കാലം ആകുമ്പോൾ ഈ പുഴ ഒരു ഭീകരനാവും അല്ലേ? ആണോ? ഇതിലെ മൊത്തം ഒഴുകി ഇങ്ങനെ വരും അല്ലേ? ആ അങ്ങനെ. അപ്പോൾ മഴുവടി മുതൽ ഇവിടേക്ക് എത്തുമല്ലോ ആ വെള്ളം അല്ലേ? അപ്പോൾ ഈ റോഡൊക്കെ നിറഞ്ഞു വെള്ളമായിരിക്കും അല്ലേ? നല്ലപോലെ വെള്ളം കയറും ഇവിടുന്ന് അങ്ങോട്ട്. ഓ അന്നേരം ഇവിടെ ഇപ്പോൾ താമസക്കാരധികം ഇല്ലാത്തത് കുഴപ്പമില്ലല്ലേ? ആ
ഏതായാലും മാറിയത് നന്നായി, എല്ലാവരുടെയും വലിയ വിഷയമാവുമല്ലായിരുന്നു. എന്നാ ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ കിടന്നു കഴിഞ്ഞു. അപ്പോൾ ചേട്ടൻ ഇതിലെങ്ങനെ കുറേ കയറി പോകണം മോളോ മുകളിൽ? അപ്പോൾ ശരിക്കുള്ള വഴി അപ്പുറത്തൂടെയാണ്. ഞങ്ങൾക്ക് നേരെയുള്ള വഴിയാ ഗുരുമന്ദിരത്തിന്റെ അവിടുന്ന്. ആ അവിടുന്ന് അല്ലേ? ഓ അങ്ങനെ ഇതിന് മുകളിൽ, അതിന് മുകളിൽ കൂടെ കുറേ താമസക്കാരുണ്ടോ? ആ 2 നേരം ബ്ലോട്ടാ. കത്തിപ്പാറ മുതൽ ചുരുളി തോട് വരെ 2 നേരം ബ്ലോട്ടാ. 2 നേരം ബ്ലോക്കാ. അങ്ങനെ ഒരു ബ്ലോട്ട് ഞങ്ങൾ ഒരു ബ്ലോട്ട് കത്തിപ്പാറ വഴി കിടക്കുന്നു. ഓ ഞങ്ങളുടെ ബ്ലോട്ടിനൊക്കെ ഇതാ വഴിയിട്ട് തന്നേക്കുന്നത് അല്ലേ? പക്ഷെ ഇതിലെ കറണ്ട് ലൈനൊക്കെ പോകുന്നുണ്ടല്ലോ അല്ല ആൾക്കാർക്ക് മുകളിലോട്ട്. അന്നേരം ഉള്ളതല്ലേ? ആളുണ്ടായിരുന്നോ? ഒരു വീട്ടിൽ അവിടെ ഒരു വീട്ടിൽ ലൈറ്റ് കത്തിച്ചിട്ടേക്കുന്നോട്ട് ആണല്ലേ? എല്ലാരും പോയി. ഇവിടെ മുതൽ അങ്ങോട്ടും വീടുണ്ടായിരുന്നോ? അങ്ങോട്ടല്ല, ആ വീട്ടുകാരെല്ലാം പോയി. അല്ല ഇവിടെ ഒക്കെ വീടുണ്ടായിരുന്നോ? ഈ വയസ്സൊക്കെ വീടായിരുന്നു. ഇതൊരു വീടായിരുന്നു. ഇതോ? എന്റെ തൊട്ടപ്പുറത്ത്. പക്ഷെ കണ്ടാ പറയല ഇവിടെ ഒരു വീടുണ്ടായിരുന്നല്ലേ? അതിന്റെ തൊട്ടപ്പുറത്ത് വേറെ വീടുണ്ടായിരുന്നു. ഓ ആ പൂച്ചെടി നിൽക്കുന്ന പൂച്ചെടി അങ്ങനെയൊക്കെ വീടുണ്ടായിരുന്നോ? ആണല്ലേ? ഉദ്ദേശം ഈ റൂട്ടിൽ എത്ര വീട്ടുകാരുണ്ടായിരുന്നു? ഒരു 10-20 വീട്ടുകാരെങ്കിലും മാറിപ്പോയല്ലേ? ആ മൊത്തം 100-100 വീട്ടുകാരുണ്ടായിരുന്നോ? 40 വീട്ടിൽ കുറയാതുണ്ട് ഉണ്ടായിരുന്നല്ലേ? ആ അതിന്റെ പകുതി വീട്ടുകാർ പോയി. പക്ഷെ അങ്ങനെ വലിയ കാര്യം പണിക്കാരും വരുന്നുമില്ലല്ലേ? ഇങ്ങനെ കിടക്കുമല്ലേ? ആ ഇട്ടിട്ട് പോയതാ നടക്കുള്ളൂ. ആ ഇപ്പൊ തോട്ടപ്പുഴ ഉണ്ടല്ലേ? എന്നാ നോക്കണം, ഇപ്പൊ കടിക്കൂല്ലോ. 2 വർഷമായിട്ട് തോട്ടാപ്പുഴ പോയി. ആ അതിന് മുമ്പ് ഒന്നുമില്ലായിരുന്നു. ആ അങ്ങനെ ഇങ്ങനെയായി പോയി അവസ്ഥ. ഇവിടെ ഹൈറേഞ്ചിന്റെ അവസ്ഥ ഹൈറേഞ്ചിന്റെ അവസ്ഥ ഇങ്ങനെയാ. ആരും നോക്കാനില്ല. പറയുമ്പോ എല്ലാരും ഉണ്ട്. സർക്കാർ ജോലി ഉണ്ടോ? ആ കുഴപ്പമില്ല, സുഖമായിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ കണക്കാ കീപ്പോട്ട് പോകും. അല്ലാതെ ഒരു രക്ഷയില്ലല്ലേ? ചേട്ടൻ എത്ര പിള്ളേരാ? എനിക്ക് 3 പേര്. അതിനാ ജോലിയാണോ? ഒരു പട്ടിയെ കെട്ടിച്ചു വിട്ടു. ഒന്നുമില്ല. പെൺപിള്ളേർ ആൺപിള്ളേരല്ല? 2 പെണ്ണും ഒരാളും. ആ അപ്പൊ ഒരു പെണ്ണും ഒരു ചെറുക്കനും കൂടി ഇനിയും ഉണ്ട്. +2 കഴിഞ്ഞ് വെച്ചു. കൃഷിയാ പരിപാടി? ആ പിന്നെ കിട്ടുന്ന കൂലിപ്പണിക്കും പോകും. അല്ലാതെ ജീവിച്ചു പോകണ്ടേ? അത് നേരാ. അയ്യോ ആരോട് പറയാനാന്ന് ചോദിച്ചോല്ലേ? ജീവിച്ചു പോകാതെ പറ്റിയാലല്ലോ. ആ ജീവിക്കാതിരിക്കാം, മരിക്കുന്നവരെ ജീവിക്കാതിരിക്കാൻ പറ്റിയല്ല. ആ അത് നേരാ. കാരണം ആരെങ്കിലുമൊക്കെ പണിക്ക് വിളിക്കാൻ പോകും. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിയെന്നാ, കണ്ടതിൽ സന്തോഷം. ആ ഓക്കെ. ആ ചേട്ടൻ പറഞ്ഞത് ശരിയാട്ടോ, ഇതൊരു വീട്ടിലോട്ട് കയറുന്ന വഴിയാണേ. ഇതുണ്ട്, ഇവർക്ക് ഇവിടെ ഒരു ഓലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മുറ്റത്ത് തന്നെ വെള്ളമൊക്കെ ആയിട്ട്. പക്ഷെ ഇവിടെ എല്ലാം തോട്ടപ്പുഴ വന്നാണ് പറഞ്ഞത്. മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ടോ, അതിൻ്റെ കീഴായിട്ട് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. നല്ല പാമ്പോ ചാമ്പോ പോലെ കാണും. ഇതുണ്ടോ, പഴയൊരു വീടിൻ്റെ മിറ്റവും ഒക്കെ. എൻ്റെ പൊന്നെ, ഇതിൻ്റെ സൈഡ്, ഈ വഴി സൈഡ് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ല കേട്ടോ. അപ്പോൾ ആ പുള്ളി പറഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊരു വീടാണ്. ഇവിടെ അവർ വരുന്നുണ്ട് ഇടയ്ക്കൊക്കെ. നമ്മുടെ വീട് മാത്രമല്ല ഇട്ടിട്ട് പോയതല്ലേ, ഇത്രയും വഴി സൈഡുള്ള വീട് വരെ ഇതുകൊണ്ട് അവിടെയൊക്കെ ഇടിഞ്ഞിട്ട് എല്ലാം കൂടെ കിടക്കുന്ന വഴി. ഇത്രയും ഭീകരമായ സ്ഥലമായിരുന്നു ഇതല്ലേ. പിന്നെ എങ്ങനെയാണെന്ന് പറയുന്നുണ്ടോ, മോള് വശം നോക്കി വെള്ളച്ചാൽ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുക. വീണ്ടുമൊക്കെ പിടിയാൻ ചാൻസ് ഉണ്ടോ? എന്താ അല്ലേ ഓരോരോ സ്ഥലങ്ങളെ. ഇപ്പോൾ പുള്ളി പറഞ്ഞ ഇതിൻ്റെ അപ്പുറത്തും ഒരു വീടുണ്ടായിരുന്നു, അത് പൂച്ചെടിയൊക്കെ. ഇത് ഈ വീടിൻ്റെ ഫ്രണ്ടാണ്. പക്ഷേ ഇവിടേക്ക് ഇപ്പോഴും ഈ കറണ്ട് കണക്ഷൻ ഉണ്ടേ, അത് കട്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ബാക്കി ഇതാണല്ലോ ഇവിടെയൊക്കെ ഇടിഞ്ഞ് കിടക്കണം. അവരുടെ ബാത്റൂമൊക്കെ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഈ സൈഡിൽ അത് ഈ വീടിൻ്റെ തന്നെയാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇടുക്കിയിലുണ്ടല്ലോ. ആ ചേട്ടൻ പറഞ്ഞ പോലെ പറയുമ്പോൾ എല്ലാവരും ഉണ്ട്, സംരക്ഷിക്കാൻ ആരുമില്ലെന്ന്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആൾക്കാർക്ക് താമസിക്കാൻ ഇട കൊടുക്കരുത്. മുകളത്തെ വീട്ടുകാരുള്ളിടത്തോട്ടൊക്കെ ഓട്ടോ സർവീസൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം ബഹുലമാണെന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പം മലമൂട്ടിയിൽ നിന്ന് റോഡ് സൈഡിൽ നിന്നൊക്കെ നമ്മൾ മാത്രമല്ല കേട്ടോ, വീടൊക്കെ ഇട്ടിട്ട് പോയിട്ടുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ളൊരു കാഴ്ച എനിക്ക് അപൂർവമായിട്ട് ഇപ്പോഴാണ് കിട്ടിയത്. കുറേ വീടുകൾ ഇങ്ങനെ കാട്ടിനുള്ളിൽ കിടക്കുന്നുണ്ടോ. ഒരു കാലത്ത് ഇവിടെയൊക്കെ ഒരുപാട് ജനങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നൊരു സ്ഥലമായിരുന്നേ. പക്ഷേ ഇന്നിപ്പം കണ്ടോ, ഇങ്ങനെ ഈ പ്രേതനഗരമെന്ന് ഹൃദയരാഗം ജിതിയും പറഞ്ഞു കേട്ടിട്ടുണ്ട്.
ഈ പ്രേതനഗരം എന്ന് പറയുന്ന സാധനം മരിച്ചവരുടെ സ്ഥലമൊന്നല്ല, ആൾക്കാർ ഇട്ടിട്ട് പോയ വീടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലെ അങ്ങനത്തെ സ്ഥലത്തിനാണ് പ്രേതനഗരം എന്നൊക്കെ പേര് പറയുന്നത്. അതുപോലൊരു സ്ഥലമാണ് നമ്മളിവിടെ വന്നപ്പോൾ കണ്ടത്. എത്ര വീടുകളാണ് ഇങ്ങനെ കാട്ടിനുള്ളിലൊക്കെ കിടക്കുന്നത്. ഒരു കാലത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന, വെല്ലുമിച്ച് താമസിക്കുന്ന വീട്, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ ഈ വന്ന വഴിക്ക് കണ്ടു. ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കുറേ പോകുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ വന്നേ. ചുരുളി വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയത്. അപ്പോൾ ഇതുപോലുള്ള കുറേ കാഴ്ചകളും കൂടെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബാക്കിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. ഞാനങ്ങനെ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാവേ.